എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ആഗ്ര പേട കൊണ്ടൊരു ഷെയ്ക്കാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ലിറ്റർ പാല് നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയേക്കണതാണിത്. അതുപോലെ തന്നെ നമ്മുടെ ആഗ്ര പേട ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആഗ്ര പേട വെച്ചുള്ള ഷെയ്ക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ കട്ടയാക്കി വെച്ചേക്കണ പാല് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുവാണ്. ഇതൊരു ശകലം നട്ട്സ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതുപോലെ തന്നെ നമ്മുടെ ആഗ്ര പേട നമുക്ക് വേണമെങ്കിൽ 2 പീസാക്കി നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ആക്കി ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഒന്ന് ഞെരടി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നമുക്കിങ്ങനെ ഒന്ന് ആക്കി ഇതിട്ട് കൊടുക്കാം. കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിന് നമ്മൾ പഞ്ചസാര ഇതിൻ്റെ അകത്ത് ഇടുന്നില്ല. ഇതിന് നല്ല മധുരമായതുകൊണ്ട് നമ്മൾ വേറെ പഞ്ചസാരകളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഒരു ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ബാക്കി നമ്മൾ കട്ടയാക്കി വെച്ചേക്കണ ആ പാലും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഷെയ്ക്കിനുള്ളത് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ ആദ്യം ആഗ്ര പേടയാണ് ഇട്ട് കൊടുക്കുന്നത്. ആഗ്ര പേട ഇട്ട് കൊടുക്കാം. ശകലച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പുറത്തെ ഗ്ലാസ്സിലും അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മീതയിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നില്ല, അത് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളിത് അടിച്ചെടുക്കുമ്പം നമ്മൾ ഒത്തിരി അങ്ങോട്ട്, അതായത് അരഞ്ഞു പോകരുത്. നമ്മുടെ ആഗ്ര പേട നമ്മൾ ചെറുതായിട്ടേ ഒന്ന് അടിച്ചെടുക്കാൻ പാടുള്ളൂ. നമുക്ക് അപ്പുറത്തെ ഗ്ലാസ്സിലേക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മീതിയിലേക്ക് കുറച്ച് ആഗ്ര പേട തന്നെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഗ്ലാസ്സിൽ ഇതുപോലെ ആഗ്ര പേട ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്ക് ഈ ചൂട് സമയത്ത് നമുക്കിതുപോലെ ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഇതുപോലെ തന്നെ കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടില്ലേ, നമുക്കതും ഇതിൻ്റെ മീതിയിലേക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് ബദാമും പിസ്തയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കണതാണ്. അതും കൂടി നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആഗ്ര പേട കൊണ്ടുള്ള ഷെയ്ക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും എൻ്റെ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.